പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശു മരിച്ചതിൽ അവിവാഹിതയായ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ച് മരിച്ചു എന്നാണ് വിലയിരുത്തൽ. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മെഴുവേലിയിൽ അമ്മയുടെ വീടിന്റെ പിന്നിലെ പറമ്പിൽ നവജാത ശിശുവിന്റെ ജഡം കണ്ടെത്തിയത്. അബിലാൽ ചേരുന്നുണ്ട്. അബിലാൽ, പോലീസ് നടത്തിയ പരിശോധന, പിന്നീട് നടത്തിയ കുറ്റസമ്മതം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇനി നടപടിയിലേക്ക് പോകുന്നത്. കൊലക്കുറ്റം തന്നെ ചുമത്തുകയാണോ? എന്താണ് ഇനിയുള്ള നടപടികൾ അബിലാൽ? പ്രസവം മറച്ചുവെക്കുക, കുഞ്ഞിനെ ഒഴിവാക്കുക, ഈ ലക്ഷ്യം മുൻനിർത്തി 20-കാരി പ്രവർത്തിച്ചു എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കുഞ്ഞിനെ തൊട്ട് അടുത്ത വീടിന്റെ പിൻവശത്തേക്ക് വലിച്ചെറിഞ്ഞത് വഴി തലയ്ക്ക് ക്ഷതമുണ്ടാവുകയും ഇത് മരണകാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 20-കാരിക്കെതിരെ കൊലക്കുറ്റം ചുമത്താനുള്ള പോലീസ് നീക്കം. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയത് തലയിലേറ്റ ക്ഷതമാണ് എന്ന് വ്യക്തമായിരുന്നു. ചുരുക്കത്തിൽ ബോധപൂർവം കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം യുവതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ കൊലപാതകം സംഭവിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അടുത്ത ദിവസം ഫോറൻസിക് സർജൻ തന്നെ മെഴുവേലിയിലെ വീടും പരിസര പ്രദേശവും നേരിട്ട് സന്ദർശിക്കും. ഒപ്പം തന്നെ യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരിൽ നിന്ന് ലഭിച്ച മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ പോലീസ് എടുത്തിരുന്നില്ല. പ്രധാനപ്പെട്ട വിവരങ്ങൾ അടക്കം കളവായിരുന്നു എന്നുള്ളതാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. മറ്റൊന്ന്, ഇന്നലെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇത് ഫോറൻസിക് സയൻസ് ലാബിലേക്ക് വിശദമായ പരിശോധനയ്ക്ക് അയക്കുകയാണ്. പ്രതി ആയിട്ടുള്ള യുവതിയും അതോടൊപ്പം തന്നെ ഇവരുടെ കാമുകനായിട്ടുള്ള മുൻപ് സഹപാഠിയായിരുന്ന ആളും തമ്മിലുള്ള കോളിന്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ വാട്സപ്പ് ചാറ്റ് അടക്കം പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. പ്രധാനമായും കാമുകന്റെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഈ കുട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇടവരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും പങ്ക് കാമുകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ, ഫോൺ മുഖേനയുള്ള ശാസ്ത്രീയ പരിശോധനയിൽ തെളിയുന്ന പക്ഷം കാമുകൻ കൂടി ഈ കേസിൽ പ്രതിയാകും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പത്തനംതിട്ടയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ യുവതിക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്താൻ പോകുന്നത്.